Alhamdulillah. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma സ്നേഹം വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കൾ സ്ഥിരമായ ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ തുടർച്ച എന്നതായി നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും പുതിയൊരു ചെറിയ ചില ചിന്തകൾ കൈമാറിയിട്ട് സംസാരം ഖുർആന്റെ പഠിതാക്കളായതുകൊണ്ട് തന്നെ ഖുർആൻ വായിച്ച് മനസ്സ് ഇണങ്ങിയിരുന്ന ആളുകളാണ് രാവിലെ എഴുന്നേറ്റ് വരാണ്ട് പറഞ്ഞത്. ആ ഖുർആൻ വായിക്കാനും പഠിക്കാനും ഒക്കെ മനസ്സ് വായിക്കാന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. അതിനകത്ത് പറഞ്ഞ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക. ഒരു ആത്മസംസ്കരണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വയം സംസ്കരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഫോൺ ചാർജ് ചെയ്യും, റീചാർജ് ചെയ്യും. രണ്ടും ചെയ്താൽ ആ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. 100% ചാർജ് ഉണ്ട്, പക്ഷെ ആരും വിളിക്കാൻ പറ്റുന്നില്ല, മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല, വേറെ ഗുണങ്ങളൊന്നും ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഗുണങ്ങൾ. എന്നാൽ അൺലിമിറ്റഡ് കോൾ ഉണ്ട്, നെറ്റ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ 0 ആണ് ചാർജ്. ആ ഫോൺ കൊണ്ട് നമുക്ക് എന്തില്ല ഗുണം. ഇതേപോലെ നമ്മളെങ്ങനെ റീചാർജ് ചെയ്യാൻ കഴിയും, ചാർജ് ചെയ്യാൻ കഴിയുന്നതും അത്യാവശ്യം. ക്ലാസ്സുകളിലൂടെ, പഠനങ്ങളിലൂടെ, ചിന്തകളിലൂടെ ഒക്കെ നമ്മളെങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആത്മസംസ്കരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളെങ്ങനെ സംസ്കരിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്ക് നമ്മളെ കുറിച്ചൊരു ചിന്ത ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കുന്നത് മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. മനസ്സിനെ നന്നാക്കിയാലാണ് ഒരു മനുഷ്യന് വിജയിക്കാൻ പറ്റുന്നത്. ഖുർആൻ അങ്ങനെ പറഞ്ഞത് മനസ്സിന്റെ ഘടനയെ ശരിപ്പെടുത്തിയിരുന്ന നാഥനാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ മനസ്സിന് നന്മയുള്ള ബോധവും തിന്മയുള്ള ബോധവും നാം നൽകി. അപ്പൊ എല്ലാ മനുഷ്യനും നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. പ്രത്യക്ഷമായിട്ടുള്ള നന്മയും തിന്മയും ഒരാൾക്ക് ഏത് മനുഷ്യൻ നോക്കിയാലും പറയാൻ പറ്റുന്ന നന്മയും തിന്മയും അത് കോമൺ ആയി. ഉദാഹരണം പറഞ്ഞാൽ കള്ളു കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മതവിശ്വാസിയാണെങ്കിലും മതമില്ലാത്ത ആളാണെങ്കിലും ഒക്കെ പറയും കള്ളു കുടിക്കുന്നത് എന്താണ്, തെറ്റാണ്. കളവ് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കളവ് പറഞ്ഞാൽ തെറ്റാണ്, അത് ശിക്ഷയുണ്ടോ, പരലോകത്ത് വിചാരണുണ്ടോ, അതിൽ അഭിപ്രായ വ്യത്യാസം മതമുള്ളവരും മതമില്ലാത്തതും വ്യത്യാസമുണ്ട്. പക്ഷെ എന്നിരുന്നാലും തെറ്റാണ് എല്ലാവരും. മാതാപിതാക്കളെ സഹായിക്കാൻ പറ്റുമോ, അത് ശരിയാണത്. പാവങ്ങളെ സഹായിക്കാൻ പറ്റുമോ, അത് ശരിയാണ്, നല്ലൊരു കാര്യമല്ലേ എന്ത് ചെയ്യും പറയും. അതാണ് കൂടെ പറഞ്ഞത്. എന്താണ്, എല്ലാ മനസ്സിലും നന്മയുടെ ബോധവും തിന്മയുടെ ബോധവും ഉണ്ടാക്കിയിട്ടുണ്ട് നാം വിട്ടുകൊണ്ട്. എന്നിട്ട് അത് അഫ്ലഹമൻ ദക്കാഹ, ആ നന്മയുടെ ബോധവും തിന്മയുടെ ബോധവും ബോധ്യമായി മനസ്സിലായിരുന്ന ഒരു മനുഷ്യൻ നന്മയിലേക്ക് തന്റെ മനസ്സിനെ കൊണ്ടുപോകുന്നുണ്ടോ അവൻ എന്ത് ചെയ്തു, വിജയിച്ചു. അത് അഫ്ലഹമൻ ദക്കാഹ. അതിന്റെ ഓപ്പോസിറ്റാണ് എടുത്തത്. ഹോമൻ ദക്കാഹ. ആ മനസ്സിന് ആരാണോ കളങ്കപ്പെടുന്നവൻ അവൻ എന്ത് ചെയ്യും, പരാജയപ്പെടുകയും ചെയ്യും. നമ്മൾ ഈ തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ അവാഹകളെ കുറിച്ച് പറയാം. ഞാൻ ഇങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നത്. ശരിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ പലപ്പോഴും പറയാറില്ല ഞാൻ എന്ത് ചെയ്യാറ്, ശരി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അള്ളാന്റെ വിജയോട് നമുക്ക് പറയാറില്ല. പലപ്പോഴും തെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ കുറിച്ച് പറയാം, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നത്. പക്ഷേ ഒരു തെറ്റിന് കണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും തെറ്റാണ് എന്നുള്ളൊരു ബോധം എന്ത് ചെയ്യും, മനസ്സിനെ പറയും. നമുക്കെന്നെ മനസ്സിലാവും. നമ്മളിവിടെ വേണ്ടാത്ത ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മനസ്സ് പറയും മോശമായി പോയി. പിന്നെ ഇത് ഉറച്ചു നിൽക്കുന്നത് രണ്ടാമതാണ്. എന്ത് തെറ്റ് ചെയ്യാണെങ്കിലും അത് തെറ്റായി പോയി, വേണ്ടി കുറച്ച് കൂടിപ്പോയി എന്നൊക്കെ ഉള്ളുന്ന ദൈവം പറഞ്ഞു. ഈ ഉള്ളിൽ വരുന്ന സംസാരമാണ് ശരിക്കും ആത്മഭാഷണം എന്ന് പറയുന്നത്. ശരിക്കും സെൽഫ് ടോക്ക് എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അത് ഖുർആൻ പറഞ്ഞതാണ്. നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. സൂറത്തുൽ ഹശറിലെ ആയത്താണ്. നാളേക്ക് വേണ്ടിയിട്ട് ഓരോ നഫ്സും, ഓരോ ശരീരവും, ഓരോ മനസ്സും
എന്ത് ചെയ്യട്ടെ, ചിന്തിക്കട്ടെ, നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു വെച്ചത്. അതിപ്പോ ഞാൻ ചിന്തിക്കാം, നാളേക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തു വെച്ചത്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ഇങ്ങനെ ഇവാലുവേഷൻ നടത്താതെ എഴുതണം. ഞാൻ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ തോന്നണം, എല്ലാം എന്താ പറഞ്ഞ കഥ. കുറെ ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെക്കുന്നുണ്ട്, ചാരിറ്റി ചെയ്യുന്നുണ്ട്, കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ അവിടെ എത്തുന്നുണ്ടോ? ഇല്ലേ. സ്വീകരിക്കുന്നുണ്ടോ? ഇല്ലേ. ഇത് നിരന്തരം ചോദിക്കാന്ന് പറയുന്നതാണ് ഈ സെൽഫ് ടോക്ക് പറയുന്നത്. ഇതാണ് ഖുർആൻ പറയുന്നത്, നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചതിനെ കുറിച്ച് ഇന്നേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതെന്തിനാണ്? ഇപ്പൊ നമുക്ക് തന്നെ തോന്നും, അന്ന് ചെയ്തത് അത്ര കൂടി ശരിയായിട്ടില്ലേ, അല്ലെ അന്ന് ചെയ്ത് എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടാണല്ലോ അത് അങ്ങനെ ചെയ്താൽ അത് ഇങ്ങനെയാണ്. ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചോടെ വെട്ടപ്പെട്ട് എന്നോത്തോണ്ട് ഒരു വാക്ക് ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. അത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു നന്മയെ നമ്മൾ അപ്പം തന്നെ ശരിക്കും ചോദിക്കണം. അള്ളാഹുവിനെ മെസ്സേജ് അയക്കണം, എന്ത് ചെയ്യണം. ഉദാഹരണം പറയാനില് സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്, വൈദ്യുതി ഇബ്രാഹിമിന്റെ ആയത്ത് ഭയങ്കരമായ ആയത്താണ്. ആ ആയത്ത് നോക്കി നിങ്ങൾ, ആയത്ത് അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കഅബയുടെ കില്ലകൾ പെടുത്തി ഉയർത്തിയാണ്. ആരൊക്കെ പെടുത്തി ഉയർത്തുന്നത്? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി. എന്താ പെടുത്തി ഉയർത്തുന്നത്? കഅബയുടെ കില്ല. ആര് പറഞ്ഞിട്ടാണ്? അള്ള പറഞ്ഞു. എന്തൊരു സ്വീകരിക്കുന്നത് ഉറപ്പല്ലേ? അള്ള പറഞ്ഞിട്ടൊരു സംഗതിയാണ്. സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള രണ്ടുപേരാണ്. പിന്നെയോ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അത്രയും മനോഹരമായ സുന്ദരമായുള്ള പ്രവർത്തനമാണ്. ഇബ്രാഹിം നബി ആ വലിയ ഇബ്രാഹിമിന്റെ സവായിനെ ഇബ്രാഹിം നബി പറയുന്ന വാക്കല്ല, പഠിച്ചവനെ കബൂലാക്കണേ. നോക്ക് നിങ്ങൾ, ഞാൻ അത്ര യോഗ്യനാണെന്ന് എനിക്ക് തോന്നിയാലും അത് സ്വീകരിക്കണമെങ്കിൽ അതല്ല കബൂലാക്കാൻ. ഇത് നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു സംസ്കരണ ബോധമാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ എന്റെ യോഗ്യതയേക്കാൾ പ്രധാനമാണ് അന്ന് സ്വീകരിക്കാൻ കഴിയുന്നത് തന്നെ. അന്ന് സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ്, ഈമാൻ, നേരത്തെ പറഞ്ഞ നിഷ്കളങ്കമായിട്ട് എല്ലാം തന്നെ ഒത്തിറങ്ങിയിട്ട് പശുവിനത്തിന് അയച്ചാൽ അള്ളയും ചിലത് റിജക്ട് ചെയ്യും, ചിലത് അവൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നിഷ്കളങ്കമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആരാധനയെ, പ്രാർത്ഥനയെ, എല്ലാത്തിനെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോഴാണ് നമ്മുടെ ഈമാൻ നേരത്തെ പറഞ്ഞ ഒരു സംസ്കരണം. നമുക്ക് നമ്മൾ തന്നെ ഒരു ഉറപ്പുണ്ടാവും. നമുക്ക് എന്ത് വെച്ചോനെ കുറെയൊക്കെ എന്താണ് റെഡിയാണ്, കുറെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ബോധത്തിലേക്ക് വരുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാം. അതിനാണ് ഖുർആൻ പറഞ്ഞത് സമാധാനം എവിടെയാണ്. അലാതിരിക്കലില്ലാതെത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും സന്തോഷങ്ങളുണ്ടെങ്കിലും അല്ലെ, നമ്മൾ വിചാരിക്കുന്ന പ്രത്യക്ഷമായുള്ള സന്തോഷങ്ങളുണ്ടെങ്കിലും ചില ആളുകൾ പറയും സുഖമില്ല ജീവിതം. നമുക്ക് എന്താ പോകുന്ന സുഖത്തിന് കുറവ്, നല്ല വീടില്ലേ, കാറില്ലേ, അല്ലേ, എല്ലാ സൗകര്യങ്ങളും. എന്നിട്ട് ആ ആള് പറയാവുന്നത് സുഖമില്ല. എന്നാ ചില ആൾക്കാരല്ലേ പാവപ്പെട്ട മനസ്സിലായിരിക്കും, എങ്ങനെയുണ്ടതാ എന്താ സുഖം, സുഖമായിട്ട് ജീവിക്കുന്ന ചില ആൾക്കാർ അല്ലേ. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, ആ ഒരു ഉള്ളൊരു തൃപ്തിപ്പെട്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ജീവിതത്തിന് വല്ലാത്ത സന്തോഷമായി. ആ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് ഖുർആൻ പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുന്ന ഹൃദയത്തിന് സമാധാനം, സന്തോഷവും ഉണ്ടാവും, ഒരു സുഖം ഉണ്ടാവും. കുറച്ചോനെ നീ എന്താണോ തന്നത് അത് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവനാണ് ഞാൻ. ഇതില്ലാതെ പോകുന്ന നമ്മൾ ഈ ആഗ്രഹങ്ങൾക്ക് നമ്മളിങ്ങനെ നമ്മൾ ആഗ്രഹങ്ങൾ തീരുന്നതിന് നമ്മൾ സന്തോഷം പറയാം. എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നേടി വെക്കുമ്പോൾ ആ സന്തോഷം ഉണ്ടാകും. അപ്പൊ ആഗ്രഹങ്ങൾ നേടി കഴിഞ്ഞാലോ അടുത്ത ആഗ്രഹം വരും, അടുത്ത ആഗ്രഹം വരികയും ചെയ്തത്. എന്നാൽ നേരത്തെ പറഞ്ഞത് കിട്ടിയതിനെ കുറിച്ച് പിന്നെ എത്ര ഓർക്കും. ഉദാഹരണം ഒരു വണ്ടി വാങ്ങി, ആ വണ്ടി വാങ്ങി അൽഹംദുലില്ലാഹ് ആറ്റുനോട്ട് വാങ്ങി പൈസ ഇങ്ങനെ കൂട്ടി വെച്ച് വണ്ടി വാങ്ങിയതാണ്. വണ്ടി വാങ്ങി കഴിഞ്ഞ പിന്നെ അതിന്റെ ആഗ്രഹം ചെയ്യും, പിന്നെ അടുത്ത കൂട്ടി വെക്കുന്നത് ഫോണിന്റെ വേറെ ആവശ്യത്തിനായിരിക്കും. ഈ വണ്ടി കിട്ടിയതിന് അൽഹംദുലില്ലാഹ് എത്ര കാലം ഉണ്ടാവും? ഇത് കിട്ടുന്നത് വരെ ഉണ്ടാവും. ഇത് കിട്ടി കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇത് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകും. ഈ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെയാണ്. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത് മെല്ലെ മെല്ലെ കുറഞ്ഞു പുതിയ ആഗ്രഹത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനായിട്ട് മാറും. അപ്പൊ എന്താ ഉണ്ടാവുക? സന്തോഷമല്ല ഉണ്ടാവുക, സങ്കടം കൂടുതലുണ്ടാവും. കാരണം എന്താ? ഈ ചോദിക്കുന്നത് കിട്ടാൻ ഡിലേ ആവാൻ. എന്നാൽ കിട്ടിയതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. രാജാവിന്റെ കഥ പറയാറുണ്ട്. രാജാവ് ഒരു പ്രജയിലുണ്ട്, ജോലിക്കാരൻ. ആ ജോലിക്കാരനോട് ഇങ്ങനെ ജോലിക്കാരൻ മൂളിപ്പാട്ടൊക്കെ പാടി സന്തോഷത്തിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കാറ്. അപ്പൊ ചോദിച്ചു, ഇങ്ങനെ സന്തോഷിക്കാണല്ലോ, ഭയങ്കര സന്തോഷം, ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഹാപ്പി ആയിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പൊ രാജാവ് ആ പണിക്കാരൻ രാജാവിനോട് പറഞ്ഞു, ഞാനെന്തിനാ അങ്ങനെ സന്തോഷിക്കാതിരിക്കണം? കാരണം അങ്ങ് എനിക്ക് ശമ്പളം വരുന്നുണ്ട്, അതേപോലെ തന്നെ എനിക്ക് പൈസയും കിട്ടുന്നു, ഞാൻ സന്തോഷിക്കണം. രാജാവ് ആ ഉത്തരത്തിൽ തൃപ്തനല്ല.
കാരണം എന്താ? ഇതിപ്പോ രാജാവിനെ കിട്ടുന്നത് ഇദ്ദേഹത്തെക്കാൾ നല്ല ഭക്ഷണം കിട്ടുന്നത്, ഇദ്ദേഹത്തെക്കാൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു. പക്ഷെ ഞാൻ അനുഭവിക്കാത്ത ഒരു സുഖവും സന്തോഷവും എന്ത് ചെയ്യുന്നുണ്ട്? ആ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. മന്ത്രിയെ വിളിച്ചു, അവര് നല്ല സന്തോഷത്തിലാണ്. അതിന്റെ കാരണം എന്താ? അത് മന്ത്രി പറഞ്ഞു അവൻ 99 കാറ്റഗറിയിൽപ്പെട്ട ആളായിരിക്കും. രാജാവ് ചോദിച്ചു എന്ത് 99? ഞാൻ പറഞ്ഞല്ലോ ഒരു 100 നാണയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. 99 നാണയങ്ങൾ അടങ്ങുന്ന ഒരു കേസ് ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു, ജോലിക്കാരന്റെ കയ്യിൽ. ഈ മന്ത്രി ഇടക്കിടക്ക് പറഞ്ഞു 100 നാണയം ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ, 100 നാണയം ഉണ്ട്, എവിടെയെങ്കിലും കൊണ്ടുവച്ചത്. ഇടക്കിടക്ക് 100 പറഞ്ഞിട്ടുണ്ടോ ഉള്ളൂ, പക്ഷെ ഇടക്കിടക്ക് 100 ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ മനുഷ്യൻ വീട്ടിൽ പോയി, പോയിട്ട് ആ മനുഷ്യനെ എണ്ണി നോക്കി, എത്രയേ ഉള്ളൂ? 99 ഉള്ളൂ. എത്ര എണ്ണിയിട്ട് എന്താവുന്നില്ല? 100 ആവുന്നില്ല. അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു ഒരു നാണയം കണ്ടോ? ഭാര്യ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. മക്കളോട് ചോദിച്ചു, ആ ഒരു നാണയം ഇങ്ങനെ കരയാൻ തുടങ്ങി, ഇങ്ങനെ ഭ്രാന്ത് വിളിച്ച് കരയാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി, നേരത്തെ പറഞ്ഞാൽ അതിൽ ടൈമിനൊക്കെ തെറ്റി, നേരത്തെ പറയാൻ മൂടിപ്പാട്ടൊക്കെ മുമ്പ്, അതേപോലെ തന്നെ വല്ല പാട്ടും സന്തോഷിക്കുന്നു. രാജാവിനെ വിളിച്ചിട്ട് മന്ത്രി ചോദിച്ചു എല്ലാം ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ രാജാവ് പറഞ്ഞു അദ്ദേഹത്തിന് ആ സന്തോഷവും സമാധാനവും ഉണ്ടായിട്ടുണ്ട്, എവിടെയോ പോയിട്ടുണ്ട്. നമുക്ക് ആ മനുഷ്യന്റെ എത്ര നാണയുണ്ട്? 99 നാണയം ഉണ്ടല്ലേ? എത്ര പോയി അദ്ദേഹത്തിന് തോന്നുന്നു? ഒന്നേ പോയിട്ടുള്ളൂ. ആ ഒരു നാണയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു നാണയം കിട്ടിയിട്ടില്ലെങ്കിലും ഈ കിട്ടിയിട്ടുള്ള കാര്യത്തിനെ യൂസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ തന്നെയാണ് കിട്ടാത്തൊരു കാര്യത്തെ കുറിച്ചായിരിക്കും ഒരാണ്ട് എന്ത് ചെയ്യുന്നത്, ടെൻഷൻ അടിക്കുന്നതും അള്ളാഹുവിനോട് കുറെ ചോദിക്കുന്നു. കിട്ടിയതിന് എത്രത്തോളം ശുക്രുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞേ നാമാണ് നിങ്ങൾ ശരിപ്പെടുത്തിയത്, കാഴ്ച നൽകി ഒക്കെ തന്നതിനെ കുറിച്ചാണ് പറഞ്ഞു. എന്നിട്ട് ഖുർആൻ പറഞ്ഞ കയ്യിലെ പാട്ട് നിങ്ങൾ കുറച്ച് നന്നായിരുന്നു. അത് കിട്ടിയതിന്റെ കുറെ കാര്യങ്ങളുണ്ട്, എന്നിട്ട് കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ശുക്ർ കാണിക്കുന്നുള്ളൂ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സുന്ദരമായ കാര്യം. അതിനെ എടുത്തു നോക്കിയാൽ എന്റെ തെളിവ് തന്നിട്ടുണ്ട്, എനിക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നന്ദി കാണിക്കുന്നു. കിട്ടിയിട്ടൊരു കാര്യത്തെ കുറിച്ച് അനുഗ്രഹമാണ് എന്ന് ഫീൽ ചെയ്യുമ്പോൾ നേരത്തെ മനുഷ്യൻ മനസ്സിൽ തണുപ്പ് വരാൻ ഒരു സംസ്കാരം. പഠിച്ചോനെ എനിക്ക് എന്തൊക്കെയാണ് നൽകിയത്, അതിനൊക്കെ ഞാൻ ശുക്ർ കാണിക്കുന്നുണ്ടോ? എനിക്ക് കിട്ടിയതിനൊക്കെ നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അടുത്തതിനെ കുറിച്ച് ചോദിക്കണമെന്നല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടിയിട്ട് ഒരു കാര്യത്തെ കുറിച്ച് ബോധത്താകുമ്പോൾ നമുക്ക് തന്നെ ഒരു തണുപ്പ് വരാനും ഒരു ആശ്വാസം വരാനുണ്ട്, പ്രവർത്തിക്കാനും ജീവിക്കാനും ഒരു ഉദ്ദേശം ഒക്കെ വരാനും. അതുകൊണ്ടാണ് സ്വഭാവത്തിന്റെ ചരിത്രവും പ്രവാചകന്മാരുടെ ചരിത്രവും എടുത്തു നോക്കിയാൽ അങ്ങനെ ചരിത്രം വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അവരൊന്നും നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും അനുഭവിച്ചില്ല, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളിലെ അധികമൊന്നും അവരൊന്നും അനുഭവിച്ചിട്ടില്ല. ഇപ്പൊ പ്രവാചകന്റെ ജീവിതമൊക്കെ വെച്ച് നോക്കിയാൽ പ്രവാചകൻ നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മളോ? നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. നമ്മളെ പോലെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇതേപോലെ തന്നെ ഈ സൗകര്യങ്ങൾ ഉദ്ദേശിച്ചോ, സൗകര്യങ്ങളിൽ ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ നല്ല സൗകര്യങ്ങളാണ്. എങ്ങനെ നോക്കിയാലും ഇന്നത്തെ ഒരു കാലത്ത് അനുഗ്രഹങ്ങൾ കൂടുതലുണ്ട്. പക്ഷെ അനുഗ്രഹങ്ങൾ അതിന് തീരെ ചെയ്യാതെ നേരത്തെ പറഞ്ഞതുപോലെ അനുഗ്രഹങ്ങളെ കാണാറുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളുടെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞുകൊണ്ട് കൂടുതൽ അനുപാട് വന്നു 3 ക്വാളിറ്റി. ഒന്ന് ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുഖിറ അല്ലാഹു വജലത് ഖുലൂബുഹും. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഹൃദയങ്ങൾ ഒരു വിറണ്ടാവും, ഒരു പേടിയുണ്ടാവും. പേടിണ്ടാവുന്ന പഠിച്ചു കാണൂലേ, കേൾക്കൂലേ, അറിയില്ലേ, മറ്റൊരു രേഖപ്പെടുത്തി നോക്കുന്നുണ്ട് അല്ലെ, ഞാൻ ചെയ്തു നോക്കി അങ്ങനെയാണോ, ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും ആ മനുഷ്യന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗുഹയിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളുടെ ചരിത്രം പറയുന്ന സമയത്ത് ഒരു മനുഷ്യന് ചരിത്രം പറയുന്നത്, പ്രാർത്ഥിക്കാൻ വേണ്ടി രംഗം പറയുന്നത് എന്താ? ഒരു സ്ത്രീ ആവശ്യത്തിന് വേണ്ടിയിട്ട് സമീപിച്ചു, പണത്തിന് വേണ്ടി ഞാൻ പണം കൊടുത്തു. പിന്നീട് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ആ സ്ത്രീ ഞാൻ സമീപിച്ചത് ഇഷ്ടമുള്ളതാണോ ഞാൻ ഇറങ്ങി ഓടിയെന്നാണ്. അതായത് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ് ആ മനുഷ്യന് ഇറങ്ങിപ്പോയി, വേടി കൊണ്ട് പോയി എന്നുള്ളത്. അതേപോലെ തന്നെ പണ്ടേ പഠിച്ചുള്ള ചരിത്രങ്ങളാണ് ഒന്നറിയാമിന്റെ പകർത്ത് വിവാഹം വിശുദ്ധ ചരിത്രം പറയുമ്പോൾ ഈ പാലിന് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോ ഉമ്മ പറയാണ്ട് ഉമ്മർ കാണുന്നില്ല എന്ന് പറഞ്ഞ മോൾ പറഞ്ഞു കൊടുക്കാണ്. ഉമ്മർ കണ്ടിട്ടില്ല എങ്കിലും ശരി, ഉമ്മറിനെയും നമ്മളെ സൃഷ്ടിച്ച് അള്ള കാണൂലേ. അപ്പൊ അള്ളാഹ് പറയുന്ന സമയത്ത് പടച്ചവനെ കുറിച്ച് കേൾക്കുമ്പോ തന്നെ ഒരു ചെറിയൊരു കടത്തിലുണ്ടാവും ജീവിതത്തിൽ. അതെന്തുകൊണ്ടാണ്? അത് അള്ളാന്റെ മുമ്പിലേക്ക് പോകാതെ പടച്ചവൻ മുമ്പിൽ കുറച്ചില്ലേ സമർപ്പിക്കാൻ വിഭവങ്ങൾ അവിടെ പോകുമ്പോഴേ ഞാൻ ഇവിടെ പോലെ തന്നെ പറഞ്ഞു കേൾക്കാതെ പറ്റില്ലല്ലോ എന്നുള്ള ബോധം ആ സമയത്തിരുന്ന അങ്ങനെ വചനത്ത് കൊണ്ടുപോകുന്നുണ്ടാവും ആർക്ക്? വിശ്വാസം. വിശ്വാസം എല്ലാവർക്കും വേണം, കൂസലുണ്ടാവും.
അല്ലെ? അതുകൊണ്ടാണ് സത്യത്തിന്റെ തെറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് റസൂൽ പറഞ്ഞത് നന്മ ചെയ്യുന്ന ആളും തെറ്റ് ചെയ്യുന്നതാണ്. അതായത് നല്ലൊരാൾ തെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും തെറ്റ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞത് എപ്പോൾ നന്മ ചെയ്യുന്ന ഒരാൾ തെറ്റ് ചെയ്യാണെങ്കിൽ അവന്റെ പിന്നിലേക്ക് വീഴാൻ നിൽക്കുന്ന പർവ്വതത്തെ പോലെയാണ് അവരെ കാണുന്നത്. ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വല്ലാത്ത ചോദ്യം കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് തെറ്റ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞത് അല്ലെ, മൂക്കിൻ തുമ്പിൽ നിൽക്കുന്ന ദുബാവിയെ പോലെയാണ്, ഒരു ഈച്ചയെ പോലെയാണ്. ഒരു ഈച്ച മുമ്പിൽ ഒന്നും എന്താ ചെയ്യാം, എന്നെ തട്ടും. അതായത് വളരെ നിസ്സാരമായ വ്യക്തികളെ കാണുന്ന ആളായിരിക്കും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെന്ന് ചെയ്യുമ്പോൾ ഹദീസിൽ കാണാൻ പറ്റും. നമ്മൾ അറിയുന്നത് നമുക്ക് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹിനെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെ, നേരത്തെ പറഞ്ഞ ദൈവിക സ്ഥലമില്ലാതെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യരെ കുറിച്ചുള്ള ബോധവും ഓർമ്മയൊക്കെ വരുന്നുള്ളതിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ വിട്ടുപോകും. ഇന്നത്തെ കാലത്ത് നമ്മൾ നിന്ന് മെല്ലെ മെല്ലെ പോകും. പോണ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അള്ളാഹ് വേണ്ടാത്തതിലേക്ക് പോകുന്നല്ല, പക്ഷെ വേണ്ടതിലേക്ക് വരാൻ കഴിയില്ലായിരുന്നു, പറ്റുകയില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രശ്നത്തിൽ കൊണ്ടുപോകുന്നത്. പിന്നെ വൈകാട്ടുടിയ കാര്യങ്ങളും ഈമാൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് കാണുന്ന സമയത്ത് അവർ ഈമാൻ വർദ്ധിക്കുന്നു. ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോഴത്തേക്ക് ഈമാനെ വർദ്ധിക്കൊണ്ടിരിക്കും. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോ നമ്മൾ എന്താ ചിന്തിക്കുക, നമുക്കുള്ള നേരത്തെ പറഞ്ഞ പോലെ വരാനിരിക്കുന്ന കാര്യങ്ങളും അല്ലെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെ, വേറെന്തെങ്കിലുമൊക്കെ പദ്ധതിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ആലോചിക്കും. ശരിക്കും വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ സൂര്യൻ എടുത്തു. നമ്മളിപ്പോ സൂര്യൻ എന്ന് പറയുന്ന ഒറ്റ അനുഗ്രഹത്തെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലുണ്ടാകുന്ന കുറെ എല്ലാവർക്കും അതിന്റെ ആ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പൊ കടൽ തീരത്ത് വൈകുന്നേരങ്ങളിൽ സൂര്യോദയ സൂര്യാസ്തമയം കാണാൻ എത്ര നേരാവുന്നില്ലേ? എന്നാ അവിടെ ഇരിക്കുന്ന ജോലിക്കാരുണ്ടാവും, ജോലിക്കാരൻ അതേ ഭംഗിയിൽ അത് ആസ്വദിക്കാൻ പറ്റുമോ? വേറെ ആവശ്യങ്ങൾക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് അതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ അത് ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാൾക്ക് ആ ദൃഷ്ടാന്തം വേറെ ഫീല വരുന്നത്. എല്ലാവർക്കും ഒരേ ഫീലായിരിക്കില്ല, ഒരേ തന്നതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ്. പക്ഷേ അതിനെ നോക്കിക്കാണുന്ന, സമയമെടുത്ത് നോക്കിക്കാണുന്നതിന് കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. ഇതേപോലെ അള്ളാഹുവിന്റെ എത്ര അനുഗ്രഹത്തെ നമ്മൾ ഒന്ന് സമാധാനമായി ഇരുന്ന് ആസ്വദിച്ച് നോക്കി കണ്ടെത്തുന്ന ആലോചിച്ചു. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ എടുത്തു നോക്കാം അല്ലേ? നമുക്ക് എല്ലാവരും കണ്ണെന്ന് പറയുന്ന ഒറ്റ അവയവം മാത്രം എടുത്തു നോക്കിയാൽ തന്നെ ആലോചിച്ചത് കണ്ണിന്റെ സ്ഥാനം എങ്ങനെയാണ് കാണുന്നത് അല്ലെ? ഈ മുടിപോലെ തന്നെയാണ് തിരികം, ഈ തിരികം വളരുന്നില്ല, ഈ തിരികാൻ വളർന്നാലോ കണ്ടാറില്ല അല്ലെ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കില്ലേ അല്ലെ? തീര് വളരുന്നില്ല, തീരില്ല മുൻപിട്ടത്, ഇത് നേരെയായ പ്രശ്നമാണ്. പിന്നെ കണ്ണിന് നോക്കുന്നതല്ലേ, എന്തൊരു നോക്കുമ്പോ ഈ കണ്ണു മുമ്പോട്ടല്ലേ, ഈ കണ്ണു ആ കണ്ണാണ് രണ്ടു കഴിഞ്ഞാൽ വേറെ ലോകമായി. കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിമ്മുന്നല്ലേ, വൃദ്ധ പറഞ്ഞത് എപ്പോഴും എന്റെ മോളുടെ കണ്ണൊന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിമ്മി കണ്ടാൽ അതെന്റെ ഏറ്റവും ഒരു ആഗ്രഹമാണ്. കാരണം കണ്ണ് ചിമ്മാതിരിക്കാന്ന് പറഞ്ഞാലും ഭയങ്കര പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിമ്മിടാൻ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറയുന്നത് ആ എന്താ ദാപത്തിൽ ഈമാനെ വർദ്ധിച്ചു ഇങ്ങനെ പദത്തിൽ നടക്കണേ, ഞാൻ എങ്ങനെ നടക്കുന്നത്, ഞാൻ എങ്ങനെ ഇരിക്കുന്നത് അല്ലെ, ഞാൻ എങ്ങനെ ചിന്തിക്കുന്നത്, ഇത് അതിന് സമയമെടുക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ആലിമ്രാന്ന് പറഞ്ഞത് സത്യവിശ്വാസികൾ അവർ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ എന്റെ അമ്മാനെ ഈ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളായിരുന്നു. എന്നിട്ട് അവർ പറയുന്നതാണ് ഇതെല്ലാവർക്കും പറയാൻ കഴിയോ? സുബാനൊക്കെ മനസ്സിലാക്കാം. ഇതെല്ലാവർക്കും പറയായോ? ഇല്ല. അതാണ് ആ കടൽ തീരത്തെ കുറിച്ച് പറയാം. ആ കടൽ തീരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങി ആ ആസ്വാദനത്തിന് പടച്ചോടെ കണക്ട് ചെയ്തൊരു മനുഷ്യന് എല്ലാത്തിനും സൂര്യനെ കാണും, സൂര്യനെ കണ്ട് അതേ ജീവിതത്തിൽ പോകും. ഇരുന്ന് അതിനെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യന് മാത്രമേ അള്ളാഹുവിന്റെ ആയുസ്സിലുള്ള ഈമ വർദ്ധിക്കുള്ളൂ. അപ്പൊ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കുക. ഞാൻ കാണുന്ന കാഴ്ചയെ കുറിച്ച്, കേൾക്കുന്നതിനെ കുറിച്ച്, സംസാരിക്കുന്നതിനെ കുറിച്ച്, നടക്കുന്നതിനെ കുറിച്ച്, ഇരിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈമാനുണ്ടോ? അപ്പോഴായി ദിക്കറും ദുആകളൊക്കെ വരിക. അതിങ്ങനെ വരുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ മനസ്സിന്റെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. അപ്പൊ ആയത്തുകൾ നോക്കിക്കാണുന്ന മനസ്സിൽ പിന്നെ വളരെ ഇങ്ങനത്തെ അവസ്ഥയിൽ തവക്കുൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണാം. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലേ, നേരത്തെ പറഞ്ഞ സമാധാനം കൊടുക്കുന്നത് അള്ളാഹുവിന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അള്ളയാണ് അവർക്ക് മാർഗം കാണിക്കുന്നത്. അത് അവർ എത്തത്തില്ലാത്ത മഹറജ. അള്ളാഹുവിന് ആരാണോ സൂക്ഷിക്കുന്നത് അവനൊരു മാർഗത്തെ പലർക്കും ഇട്ടുകൊടുക്കും. നമുക്ക് അള്ളാഹുവിന് അടിയുറപ്പ് വിശ്വാസമുണ്ടോ? നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത മാർഗം വഴി അവിടെ പുറത്തില്ല. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇപ്പൊ മൂസാനബിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മൂസാനബിയുടെ ചരിത്രത്തില് മൂസാനബിയിൽ വിശ്വസിച്ചിട്ടുള്ള അനുയായികൾ അല്ലെ, ഫിർഔനിൽ നിന്ന് അവിശ്വസിച്ച്
മൂസാ നബി വിശ്വസിച്ചിട്ട് ഓടുന്ന രംഗം പറയുന്നു. പറയുന്നത് പരമാ മൂസ എങ്ങനെ എത്ര പറയാറ് ഈ ചെങ്കടലിന്റെ മുമ്പിൽ ഇങ്ങനെ കുടിയിട്ടാണ്, മുമ്പിൽ ഇങ്ങനെ ചെങ്കടലിന്റെ ബാക്കിൽ ഫിർഔന്റെ സൈന്യം നിൽക്കുന്ന സമയത്താണ് മൂസാ നബി വിശ്വസിച്ച ആളുകൾ, അതായത് അള്ളാഹെ വിശ്വസിച്ച ആളുകൾ എന്തെങ്കിലും പറയാണ്, അല്ല പിടിക്കപ്പെട്ടല്ലോ മുസ്ലിമോട് വെവലാതി വരാം, പിടിക്കപ്പെട്ടല്ലോ കുടുങ്ങിയല്ലോ. കാരണം എന്താ, മുമ്പിൽ ചെങ്കടലാണ്, ബാക്കിൽ ആരുണ്ട്, ഫിർഔനുണ്ട്. അള്ളാഹെ വിശ്വസിച്ച് പോകുന്നതാ, പക്ഷെ എന്ത് ചെയ്തു, മുമ്പിലും ബാക്കിലും കുടുക്കാണ്, പ്രയാസപ്പെട്ടല്ലോ എന്ന് പറയാണ്. ഇതാരാ പറഞ്ഞാരാ, മൂസാനബി അന്യായം പറഞ്ഞാരാ, വിശ്വാസികളാണല്ലേ, അനബി അന്യായം അള്ളാഹ് വിശ്വസിച്ച് പറഞ്ഞ ആളുകളാണ്. രണ്ടാമത്തത് മൂസാനബിയുടെ വാക്ക് പറയാൻ ഒരിക്കലില്ല, ഒരിക്കൽ ആലോചിച്ചിട്ട് വരണല്ലേ, അതങ്ങനെ നടക്കുകയല്ലോ ചിലപ്പോ, അതും വരാനുണ്ട് ഒരു സാധ്യതയില്ല, ഉറപ്പിച്ചു പറയാനല്ല, ഒരിക്കലില്ല. ഇന്നമി എന്റെ മക്കളുടെ കൂടെയുണ്ട്, അവരെനിക്ക് എന്ത് ചെയ്യും, വഴികാട്ടി എന്റെ സഹായം. അടുത്തായിട്ട് എന്താ പറയുന്നത്, കൊണ്ട് അവർ കടലിലടിക്കാൻ വേണ്ടി പറയുന്നു. രണ്ട് സൗദത്ത് പോലെ, രണ്ട് തിരമാലകളുടെ മലകൾ പോലത്തെ വിമാനത്തിൽ മാറിയിട്ടുള്ളതാണ്. അവർ രണ്ട് ആളുകളുടെ മനോഭാവത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. രണ്ട് വിശ്വാസമാണ്. ഇതിന് നമ്മളുണ്ടല്ലേ, ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രാർത്ഥന പലസ്തീൻ വിഷയങ്ങൾ മറ്റു വിഷയങ്ങളൊക്കെ മനസ്സിലല്ലേ, അതെന്താ സഹായിക്കാത്ത, അതുണ്ടോ ഇല്ലേ എന്താ, ഇങ്ങനെ ശക്തി ഉണ്ടാവുന്ന ആൾക്കാരുണ്ടോ? അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം അപ്പം പറഞ്ഞിട്ടില്ലെങ്കിലോ, ഒരു ടൈം പീരീഡ് വെച്ചിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലോ പ്രശ്നമാണ്. കാരണം നമ്മുടെ വിശ്വാസം നല്ല നല്ല തോന്നും, അങ്ങനത്തെ ഒരു വിശ്വാസം എല്ലാം കൂടെ പഠിപ്പിക്കുന്നത്, അത് കണ്ടിന്യൂ ആയി പ്രവർത്തിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് ഒരു കുട്ടി ഉണ്ടാകുന്ന പോലെ കുറെ കാലം കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയിൽ ഒരു അംശം പോലും എന്തില്ല, നിരാശയില്ല, മാറ്റിക്കൊണ്ടിരിക്കാം. കുട്ടിനെ കൊടുത്തു വന്നിട്ടില്ലേ, എന്താ പറയാ, ഇത്രയും പ്രായത്തിലോടുള്ള ഒരു അതിശയത്തോട് കൂടിയിട്ടാണ് ആ ഒരു അനുഭവമാണ്. അയ്യൂബിന്റെ ചരിത്രം, യൂനിസ് എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തെ പഠിപ്പിച്ചിരുന്നത്. നമുക്ക് റമദാൻ അടിക്കുന്ന ശക്തി മൂസാനബിയുടെ ചരിത്രം നോക്കുന്നത്, അവിടെ അടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ലേ, അവിടെ എന്ത് ചെയ്യാണ്, ആ മൂസാനബിക്ക് അറിയില്ല അള്ളെന്നെ എങ്ങനെ സഹായിക്കാം, അറിയോ, അറിയാൻ ആദ്യം പഠിക്കാൻ കഷ്ടപ്പെടും അല്ലേ, അറിയില്ല എങ്ങനെ സഹായിക്കാം. പക്ഷെ രണ്ടാൾക്കാരുടെ അവിശ്വാസമാണ് പഠിപ്പിച്ചത്. ഒന്ന് അങ്ങോട്ട് ആയിട്ടോളൂ, രണ്ടാമത്തെ മൂസാനബിയുടെ വിശ്വാസമുണ്ട്. കാരണം എന്താ, മൂസാനബി അള്ളാഹിന്റെ ഉറപ്പുള്ളതാണ്. അതായത് ത്വാഹമായിട്ടൊക്കെയാണ് വിശ്വാസം. സുഹൃത്തുൽ ത്വാഹയില് അള്ളാഹുവിന്റെ റസൂൽ മൂസാ നബിയും അതേപോലെ അള്ളാഹു തമ്മിലുള്ള സ്നേഹ സംഭാഷണം ഉണ്ട് അല്ലെ, നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണമായിട്ട് കാണാം. രണ്ടാമത്തെ പേജിൽ കാണാൻ പറ്റും. അവിടെ മൂസാ നബിയെ ഒരു സ്നേഹ സംഭാഷണമായിട്ട് ആയത്തുകളെ വായിച്ചു നോക്കിയാൽ നല്ല രസം. അവിടെ മൂസാ നബി അള്ളാഹിനോട് പറയുന്നത്, എനിക്ക് നിങ്ങളെ കാണണം. അപ്പൊ നമ്മുടെ ഭാഷയിൽ പറയാം കാണണം എന്ന് പറയാം അല്ലെ. അപ്പൊ അള്ളാഹ് പറയുന്നത് കാണാൻ പറ്റൂല അല്ലെ, കാണാൻ കഴിയില്ല, അതിന് എത്ര കപ്പാസിറ്റി ഇല്ലല്ലേ, കണ്ണിന് എത്ര കപ്പാസിറ്റി ഇല്ല. അങ്ങനെ അന്ന് പറയാണ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നീട് ചോദിക്കാൻ പറ്റില്ല. പിന്നീട് ചോദിക്കാറുണ്ട്, എനിക്ക് കണ്ടേ പറ്റുള്ളൂ അല്ലെ, കാണണം. അപ്പൊ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നെന്താ കണ്ടേ, അന്നോട് ഞാൻ പറഞ്ഞല്ലേ, അങ്ങനെയല്ലല്ലോ. പിന്നെ എന്നാ ശരി ഒരു അല്ലെ തെപ്പഴിച്ചു വെച്ചു, ഒരു വീണ്ടും പറയാറുണ്ട് കാണാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. കാരണം എത്ര കണ്ണിന് എത്ര പറ്റുള്ളൂ. അങ്ങനെ പോയി എന്ത് ചെയ്തു, വെളിച്ചം കണ്ടപ്പോഴത്തേക്ക് ആളെന്ത് ചെയ്തു, എന്തായാലും ബോധമിട്ട് വീണു. പിന്നെ പറയുന്ന വാക്കുകളുണ്ട്, എന്റെ മൂസാന്റെ വലുതിനെ അള്ളാഹുവിന്റെ വിഷയത്തിൽ വന്നാൽ പോലെ അള്ളാഹുടെ അല്ലെങ്കിൽ ഒരു സംഭാഷണം അവിടെ പഠിപ്പിച്ചിട്ടാണ്. അപ്പൊ മൂസാരികളുടെ അച്ഛനത്തിന്റെ വഴിയാണ്, വഴിയാണെന്ന് മാത്രമല്ല, ഞാൻ ഊന്നി പിടിച്ചെടുക്കാറുണ്ട്, ആരെയും ഏകച്ചു കൊടുക്കാറുണ്ട്, വേറെയും കുറെ ഉപകാരങ്ങൾ എനിക്ക് ഇതുകൊണ്ടുണ്ട്. ഇതൊക്കെ പഠിച്ചാൽ അറിയില്ലേ, എന്തൊക്കെ ഉപകാരമുണ്ട് അള്ളാഹ് അറിയില്ലേ. പക്ഷെ നോക്ക് നിങ്ങൾ, അള്ളാഹ് മൂസാരുടെ സംഭാഷണം നമുക്ക് അള്ളാഹ് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പഠിച്ചവരോട് സംസാരിക്കാം. നമുക്കാ സമയമില്ലാത്തല്ലേ അള്ളാഹോട് സംസാരിക്കാൻ. നമ്മൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടപ്പോൾ പറയാം, അള്ളാഹോട് നമുക്ക് എന്തും പറയാം. അപ്പൊ നോക്ക് നിങ്ങൾ, അള്ളാഹ് അടുത്ത പറഞ്ഞാൽ എന്താണ്, ആ വടിയാണ്, ആ വടി തിരിച്ചറിയപ്പെടുന്നത്. അതെന്ത് ചെയ്തു, നല്ല ഉഗ്ര വിഷയമുള്ള പാമ്പായിട്ട് പറയുന്നത്. അപ്പോൾ പേടിയായി, പേടിച്ചു നിൽക്കുന്ന മൂസാനിയാണ്. പേടിച്ചു നിൽക്കുന്ന മൂസാനിയെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്, പിന്നെ പേടിപ്പിക്കാണ് വേണ്ടത്, ആ പാമ്പാനെ ധരിക്കുന്നൊക്കെ പറയാം അല്ലേ. പിന്നെന്താ വേണ്ടത്, ആശ്വാസം കൊടുക്കണം. ആശ്വാസം കൊടുക്കണം. എന്താ കൊടുക്കുന്നത്, നേരെ പോയിട്ട് പിടിക്കാൻ വേണ്ടി പറയണേ, എടുക്ക്, പേടിക്കണ്ട.
ഇല്ല, ഞാൻ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് ഞാൻ ആക്കിയിട്ട് തരും. പോയിട്ട് മൂത്താനബി കുടിച്ചു, എന്തായി പഴയ അവസ്ഥയിലേക്കായി. ഇപ്പൊ മൂത്താനബിക്ക് എന്തായി, ഒരു യക്കീനാണ് വന്നു. എന്താ വന്നത്? അള്ള കൂടെ അല്ലെങ്കിൽ ഇതിന്റെ വെറുതെ ഒരു സംഗതിയില്ല, പണത്തും കൂടെ. എന്നിട്ടാണ് ധിക്കാരിയായിട്ട് ഫിറഔന്റെ അടുക്കലേക്ക് പോകണം. കാരണം ഫിറഔൻ ആരാണെന്ന് ആർക്കറിയാം? മൂസാ നബിക്ക് ഫിറഔൻ ആരാണെന്ന് അറിയാം. ആ ഫിറഔന്റെ അടുക്കലേക്ക് അമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയാൽ ചിലപ്പോൾ നേരത്തെ അതുപോലെ ചിലപ്പോൾ ഉറപ്പുണ്ടായിക്കോന്നില്ല. ആദ്യഘട്ടത്തിൽ വിശ്വാസിയാണെങ്കിൽ കാരണം നല്ല പേടിയുള്ള ആളാണ്. കാരണം പറഞ്ഞ പരമിത്രായിൽ എല്ലാ ആൾക്കാരും കൊണ്ടുമൊക്കെ അറിഞ്ഞ് അവിടെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് വന്നതാണ്. എന്നാലും മൂസാനെ പേടി മാറില്ല. അതുകൊണ്ടാണ് മൂസാനബി ആരെ ചെയ്യുന്നത്? ഹാറൂന അഹി അല്ലെ, ഹാറൂനബിനെ കൂടി കുറച്ചൊക്കെ പോകാനില്ല, കഴിവില്ല എന്ന് പറയുന്നത്. പിന്നെ അവിടെ പല കാര്യങ്ങളല്ലേ, പൊതിരി വെട്ടത്തി അതി പേരുകൊണ്ട് കുറെ കാലം റെഡിയാക്കി തന്നെയെന്നൊക്കെ പറഞ്ഞാൽ പോകും. പക്ഷെ അവർ ഖുർആനിലേക്ക് പോകുമ്പോ പടച്ചവും കൂടുതലുള്ള ഉറപ്പുണ്ട്. ഈ ഉറപ്പ് സംസാരത്തിലൂടെ ഈ ഒരു വലിയ സംഭവത്തിലൂടെ ഉറപ്പിച്ചിട്ട് പോകുമ്പോ അതിന് മുമ്പ് കേട്ടോ ആ ഒരു ഉറപ്പ് കിട്ടിയിട്ട് അവിടേക്ക് പോകുമ്പോ അവർ നേരത്തെ ചെങ്കടലുകളിൽ നീയപ്പെടുന്നവരുടെ കഴിയില്ല. പക്ഷെ സഹായിക്കുന്നതല്ല, ഉറപ്പാ സഹായിക്കും. അതെങ്ങനെയും എനിക്കറിയില്ല. സഹായിക്കുന്നത് ഉറപ്പാണ്. കാരണം എനിക്ക് ഉറപ്പുള്ളതാണ്, എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അതെങ്ങനെയല്ല എനിക്ക് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അറിയില്ല. ഇത് എനിക്ക് ഉറപ്പില്ല. അതാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന, അതേപോലെ പടച്ചവനെ ഓർക്കുന്ന മരിക്കുന്ന ഒരു സ്നേഹമുള്ള മനുഷ്യന് കഴിയും. അത് നമുക്കെന്താ അറിയാം, നമ്മളെല്ലാം കുറെ പ്രൊജക്ടുകൾ ചെയ്യുന്ന ആളുകളാണ്, അല്ലെ, ചില പദ്ധതികൾ ചെയ്യുന്ന ആളുകളാണ്. അതിനങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ടല്ല ചില കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നല്ല കാര്യമാണോ അതെങ്ങനെങ്കിലൊക്കെ പൂർത്തിയാവുക, അതെങ്ങനെങ്കിലൊക്കെ റെഡിയാവുമെന്ന് പറയാം. അതാണ് പറഞ്ഞ ഈ എത്തത്തെല്ലാം അത് പടച്ചോനെ ഓർത്ത് പടച്ചോനെ പോയിട്ടാണോ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്? അള്ളാന്റെ മാർഗത്തിലാണോ? ആ കാര്യം അള്ളയാണ് റെഡിയാക്കിത്തരാം. ഇത് പടച്ചോനോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവില്ല. അതോ പ്രശ്നം വരാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിലപ്പോൾ റെഡിയാക്കിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും, എന്തിപ്പോ അങ്ങനെ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും, നമുക്ക് ശക്തി ഉണ്ടാവും. പക്ഷെ അള്ളാഹ് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ അല്ല പറ്റ പരീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പടച്ചില്ല. അത് ഏത് മേഖലയാണ്. നമുക്ക് നിങ്ങൾ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട അള്ളാഹ് ക്ഷമയോടുകൂടിയിട്ട് പടച്ചവന്റെ വാക്കിലെ കാതോക്കുന്ന മനുഷ്യനാണോ അതിനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ഹുദൈബിയ സന്ധി എടുത്തു നിങ്ങൾ. ഹുദൈബിയ സന്ധിക്ക് പോയ സമയത്ത് ഹുദൈബിയ സന്ധി ഉണ്ടാകുന്ന അതിന്റെ ഡീപ്പായിട്ട് പോലുള്ള ഹുദൈബിയ സന്ധിയിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ എടുത്തു നോക്കാം. ഒന്നാമത് അരിയൊന്നാണ് എഴുതാൻ വേണ്ടി ഏർപ്പാടാണ്. അരിയൊന്നാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒമ്പതാമത് ആയാലും പകർപ്പാണ് അല്ലേ, അങ്ങനെ ധീരമായിട്ടുള്ള അപ്പനെ തീർക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ അപ്പ സ്പോട്ടിൽ ഇങ്ങനെ പറയാനുള്ള പരിപാടിയാണ് അരിയൊന്നാണ്. അരിയൊന്നാണ് എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അപ്പൊ അപ്പുറത്തുള്ള ആളുകൾ റഹ്മാന്റെ അനുഭവമാണ്. അങ്ങനെ റഹ്മാൻ റഹീമിനെ അവർക്ക് പരിചയമില്ല. അള്ളാഹ് റഹ്മാൻ റഹീമിനെ നമുക്ക് പരിചയം ഇല്ലാതെയാണ് അവർ പറഞ്ഞിട്ട് പലതുപോലെ വെട്ടാൻ പോകുന്നില്ല. പക്ഷെ ആരാളുള്ളത്? റസൂലുള്ളത് പറയാണ് അതിലുള്ളത് വെട്ടാൻ വേണ്ടിയിട്ട് പരിചയപ്പെട്ടു. രണ്ടാമത്തത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് ആളുകളുടെ കരാർ. അവിടെയും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. കാരണം താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ച പിന്നെ കരാറിന്റെ ആവശ്യമില്ലല്ലോ. ചെറുപ്പത്തിലെ കരാർ സ്വീകരിച്ചില്ല. അതുകൊണ്ട് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എഴുതണം. അത് കഴിഞ്ഞിട്ട് കരാറിലുള്ള മൂന്നാല് കാര്യങ്ങളാണ്. ഒന്നാമത്തെ 4 വർഷത്തേക്ക് യുദ്ധമില്ല. രണ്ടാമത് മക്കയിൽ നിന്ന് ഒരാൾ മദീനയിലേക്ക് വന്നാൽ തിരിച്ചയക്കണം അല്ലെ, മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് ഒരാൾ കൊല്ലും. പിന്നെ സഖ്യകക്ഷികൾ ഉണ്ടാക്കാം. നിങ്ങൾ ഈ വർഷം ചെയ്യാൻ പാടില്ല, ഈ ഹജ്ജ് ഉംറ ചെയ്യാൻ പാടില്ല, അടുത്ത വർഷം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആർക്കും ഉണ്ടാകും ചെയ്യണം, വന്നിട്ട് ഹജ്ജോ ഉംറ ചെയ്തിട്ട് പോകണം. ഇങ്ങനത്തെ കുറെ കാര്യം എങ്ങനെ നോക്കിയാൽ ഏകദേശം അല്ലേ. നമ്മുടെ ഭാഷയിൽ എടുത്ത് നോക്കിയാലേ എന്തൊക്കെ നമുക്ക് തന്നെ ആനുകൂല്യം ഒരു കരാറുണ്ടാക്കുന്ന ആനുകൂല്യം പണ്ട്. അങ്ങനെ ഈ കരാറ് പൂർത്തീകരിച്ച ഇറങ്ങുന്നതാണ് കൂടുതൽ പത്തകിൽ പ്രവാചകരെ താങ്കൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള വിജയം വന്നിരിക്കുന്നു. അപ്പൊ അബൂദല്ലാഹിനും ഒക്കെണ്ടാണ് ഒരു ചോദിക്കുന്ന ഇതിപ്പോ വിജയ, ഇത് ഏകപക്ഷീയമായിട്ടുള്ള വിജയല്ലേ. ഇതെങ്ങനെ നോക്കിയാൽ നമുക്കൊരു ആനുകൂല്യമില്ല. നമ്മളൊരാൾ അങ്ങോട്ട് പോയി കൊല്ലാൻ അനുകൂലിക്കും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എങ്ങനെ നോക്കിയാലും നമുക്കൊരു ആനുകൂല്യം ഇല്ലാത്ത ഒരു സംഗതിയാകുന്നത്. അത് വിശ്വാസം വേണ്ടല്ല, അവർ ആദ്യം ആവരാധികളാണ്. കാരണം അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരാളുടെ നമുക്കത് എതിർക്കാവുന്ന എന്നുള്ളൊരു ചിന്ത പറയുന്നത്. പക്ഷെ ഖുർആൻ എന്താ പറയുക? ഇനിയാണ് ഈ ആയത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ആയത്ത് പ്രാവർത്തികമാണ്. നിങ്ങൾ 4 വർഷത്തേക്ക് യുദ്ധമില്ല. ഈ 4 വർഷം എന്താ മുസ്ലിം ലോകത്തിന്റെ പരിപാടി? ഓരോ ഭാഗത്തേക്ക് ആളുകൾ പോവാം. എന്തിന് ദഅവത്ത്? മറ്റേതോ ബദർ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ കണ്ടിട്ട് ഇവരെ യുദ്ധം ചെയ്യുന്ന പരിപാടി മാത്രമായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ. മറ്റേത് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോയി
ആളുകൾ പോയിട്ട് ദഅവത്ത് നടത്തിയിട്ട് എല്ലാ സ്ഥലത്തും ഇസ്ലാമിന്റെ സന്ദേശത്തെ എത്തിച്ചു. രണ്ടാമത്തത് മുസ്ലിമായിട്ട് മക്കയിൽ നിന്ന് കുറെ ആളുകൾ ഒറ്റപ്പെട്ട് ഒന്നും രണ്ടും തെറിച്ച് എവിടേക്ക് വരാൻ പറഞ്ഞു, മദീനയിലേക്ക് വരാൻ തുടങ്ങി. എന്താ ചെയ്യുക? പോയിക്കോ പറയും. കാരണം മക്കയിൽ നിന്ന് ഒരാൾ വന്നാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരാൾ വന്നാൽ തിരിച്ചയക്കാം. ആ തിരിച്ചയച്ച ആളുകളായി മുസ്ലിങ്ങളായിട്ടാണ് പോകുന്നത്. അവിടുന്ന് പിന്നെയും പോയിക്കോ എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ കേട്ടില്ല. അതുകൊണ്ട് ഈ ആളുകൾ അവിടെ എന്ത് ചെയ്യും? മുസ്ലിമായി തന്നെ ജീവിക്കും. അപ്പം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നല്ല നല്ല ഇസ്ലാമിന്റെ വളർച്ചകൾ ഉണ്ടാവുകയാണ്. മറ്റേ കക്ഷികൾ ഉണ്ടാക്കി പിന്നാണ് എന്ത് ചെയ്യുന്നത്? മക്കമ്പത്തൻ ഉണ്ടായിട്ട് ഇസ്ലാമിന്റെ അധീനതയിലേക്ക് ആ ഒരു വലിയൊരു ക്രൗഡായിട്ട് സംഘടിപ്പിക്കും. ഖുർആൻ എന്താ പറഞ്ഞേ? പിന്നെ ഫതഹനാലക ഫതഹൻ മുബീന, കാത്തിരുന്നാൽ കഴിയാത്ത ഒരു ജലാശയമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കാൻ എന്ത് ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. അത് വിശ്വാസം. വിശ്വാസിക്ക് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? പേടിക്കണ്ട. പടച്ചവനാണ് അടിയർക്ക് വിശ്വസിക്കുന്നത്, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിന് തരുന്ന വല്ലാത്തൊരു ശക്തിയുണ്ട്. ഇത് നമ്മൾ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് സംസ്കാരം എന്ന് പറഞ്ഞത്. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും. അതാണ് ഹലാബില്ലായിട്ട് അള്ളാഹെ ഓർക്കുന്ന മനുഷ്യനാണ്. അല്ലെ? ഒരു പണ്ഡിതൻ പറഞ്ഞത്, അള്ള എന്നെ എപ്പോഴാണ് ഓർക്കുന്നത് എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നു. അവർക്ക് ആയത്തില്ല. അങ്ങനെ ചിത്രാക്കളില്ലേ? അങ്ങനെ അള്ള എന്നെ ഓർക്കുന്നതിനെ കുറിച്ച് അറിയാൻ പറ്റും. ആയത്ത് വരുന്നത് എന്താണ്? നിങ്ങളെ എന്നെ ഓർക്കുകയാണ്, ഞാൻ നിങ്ങളെ ഓർക്കും. അല്ലെ? നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. സൂത്രത്തിൽ ഡോക്ടറിലായി ആയത്തിന് ഓർമ്മ. നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എന്നെന്ത് ചെയ്യണം? അല്ലെ? നന്ദി കാണിക്കണം. നന്ദി കാണിക്കരുത് എന്ന് പറയുന്ന ആയ അള്ളാഹ് നമ്മൾ ഓർക്കുമ്പോ അള്ളാഹ് നമ്മൾ ഓർക്കും. പക്ഷെ നമ്മളെപ്പോഴും അള്ളാഹ് ഓർക്കുക? നമുക്ക് ആവശ്യം നോക്കും. നമുക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യാം? അള്ളാഹ് ചില ആൾക്കാരെ ഓർക്കുക. അത് ഖുർആൻ പറഞ്ഞതാണ്. അല്ലെ? ഒരിക്കലും ഒരു ചെറിയ കുട്ടിയോട് കുട്ടികളെ പറയാം, എനിക്ക് മുകളിലേക്ക് പോകാൻ പേടിയാണ്. അമ്മയോട് പറയാം മുകളിലേക്ക് പോകണമെങ്കിൽ പേടിയാണ്. ഞാൻ ചോദിച്ചപ്പോ അത് ക്രിസ്ത്യൻ വിശ്വാസിയായിട്ടുള്ളതാണ്. അപ്പൊ യേശുവിനെ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? മുകളിലേക്ക് പോയാൽ മതി. അപ്പൊ എന്താ ചെയ്യാ? യേശു കൂടെ ഉണ്ടാവുന്ന പറഞ്ഞത്. അങ്ങനെ യേശുവിനെ വിളിച്ച് മുകളിലെത്തിയപ്പോ ആ കുട്ടി പറഞ്ഞു, ഇനി യേശുവിനെ താങ്കൾക്ക് പോകാം, ഞാൻ സേഫായിട്ട് റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതേപോലെ ചില ആൾക്കാരുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് അപകടം പറ്റിയാൽ അവർ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ പ്രാർത്ഥിക്കും. ആ അപകടത്തെ പ്രയാസത്തെ നാം മാറ്റിക്കൊടുത്താലോ ഇങ്ങനെ ഒന്ന് വന്നിട്ടേ ഇല്ലാത്ത രീതിയിലായിരിക്കും ചില ആളുകളുടെ മനോഭാവം പ്രതികരണം ഉണ്ടാവുക. ശരി, നമ്മളത് അത് നേരത്തെ ആദ്യം പറഞ്ഞു. നമുക്കൊരു പ്രശ്നം കൊണ്ട് അത് സോൾവ് ചെയ്ത് അടുത്തതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്നാൽ അടുത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇതും കൂടി പറയുന്നത്. നിങ്ങൾ ഹിന്ദുക്കളൊക്കെ പഠിക്കുന്നുണ്ടോ? പുതിയ പാഠം പഠിക്കുമ്പോൾ പഴയ പാഠം ഒരു കൊടുക്കണം, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നിലനിൽക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ അള്ളാഹുനെ ഓർക്കുന്ന ഹൃദയമായിട്ട് മാറുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സമാധാനവും സുഖവും സ്വസ്ഥതയും. അതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ പെരുമാറ്റത്തിലുണ്ടാകുന്ന കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആത്മസംസ്കരണത്തിന് ഏറ്റവും ഡീപ്പായിട്ട് പോകുന്ന 1-2-3 സംസ്കാരം, അതേപോലെ തന്നെ അസൂയ, അഹങ്കാരം, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പേടി ചെയ്യപ്പെട്ട നമുക്ക് അതിലൊന്ന് സംസാരം. പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന വളരെ നമ്മൾ ചെയ്യുന്നത് ഈ കുറഞ്ഞ ടൈമിൽ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ വാക്കോ പ്രവൃത്തിയോ ചിലപ്പോൾ നമ്മുടെ വാക്കുകൊണ്ടാണ് ഈ പൊഴുത്തോളാന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് എന്നാണ് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു പറയുന്നത്. അതായത് ആ ലാറ്റിൻ വേർഡിന്റെ അർത്ഥം പറയുന്നത് മുഖംമൂടി എന്നർത്ഥം. മുഖംമൂടി ഇതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? വ്യക്തിത്വം എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്ന ഒരാളുടെ മുഖംമൂടി ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളെന്ന് പറയണ്ടേ, ഓണം ഇന്നലെ തന്നെ എന്തെയുണ്ട്, ഓണം തന്നെ ചെയ്തില്ല. ചില ആളുകൾ ചില സ്ഥലത്തുള്ള സമയത്ത് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഉള്ള വേഷം കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ രീതിയിലേക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറാൻ പറ്റും എന്നുള്ളതാണ്. ഇസ്ലാമിൽ അങ്ങനെ വ്യക്തിത്വ പഠിപ്പിച്ചിട്ടില്ല. എവിടെ പോയാലും ഒരേപോലെ. പക്ഷെ നമ്മൾ നമുക്ക് തന്നെ കാണാൻ ചില സ്ഥലത്ത് പോയി ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു നൃത്തവും കാര്യങ്ങളും ചില സ്ഥലത്ത് നമ്മൾ സ്വഭാവം ഇരുന്നാലേ നമുക്ക് നോക്കാൻ തന്നെ മനസ്സിലാവും. അങ്ങനെയാണ് ശരിക്കും സ്വഭാവം പറഞ്ഞാൽ ഉണ്ടാകുന്ന അതിന്റെ ഒരു ആക്ഷൻ രൂപം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഉപയോഗിക്കും. ഖുർആൻ പറഞ്ഞു ഏറ്റവും ചൊവ്വായിട്ടുള്ള വാക്കുകൾ നല്ലത് കാരണം. നമ്മുടെ നാട്ടിൽ ഈ മൗനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ മൗനം എന്ന് പറഞ്ഞാൽ പരാജയമായിട്ടാണ് അല്ലേ? 2 വാക്ക് പറഞ്ഞിട്ട് ഒന്നങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക? സദ്യം വഴിയും ഉണ്ടായിട്ടില്ലേ? 2 വാക്കും കൂടി അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ മോശമില്ലെന്ന് വിചാരിക്കും. മൗനത്തെ കുറിച്ച് ഇസ്ലാം പറയുന്നത് മൗനം എന്ന് പറഞ്ഞാൽ വിജയിയുടെ അടയാളമാണ്.
അള്ളാഹുവിന്റെ റസൂൽ കുറച്ച് സംസാരിക്കുന്ന ആളാണ്, കുറെ കേട്ടിരിക്കുന്ന ആളാണ്. നമ്മൾ കുറെ കേട്ടിരിക്കൂലല്ലോ, കേട്ടിരിക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ നമ്മൾ ഫോൺ ചെയ്യാണെങ്കിലൊക്കെ നമ്മൾ ഒരാളുടെ സംസാരം ഫുള്ള് കേട്ടിട്ടാണ് അങ്ങോട്ടും കേൾക്കാം. വെറുതെ ഇരുന്ന് കഥ പറയുകയാണെങ്കിലൊക്കെ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കും അതേമാതിരി ഒരു സംഭവം പറയാനുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ യാത്ര ചെയ്യാണ്, ഞാൻ വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. വയനാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്ത് ഹോട്ടലിന് ഫുഡ് കഴിച്ചു പറയുമ്പോൾ ആ കേൾക്കുന്നവർ നമ്മൾ പോയപ്പോൾ ഒന്നും കഴിച്ചു, ഇവിടെ പോയിട്ട് കഴിച്ചോ അതുകൊണ്ട് എനിക്ക് ചോദിക്കില്ല, ഞാൻ പോയപ്പോൾ പറയില്ലേ. പക്ഷെ നമുക്ക് എന്താ അതേ ഫുഡ് ചടങ്ങുകളെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ഫുള്ള് കേട്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ പറഞ്ഞ ഈ കേട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കല നമ്മുടെ സംസ്കാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. സംസ്കാരം വളരെ കുറച്ച്, അതുകൊണ്ടാണ് പല ഹൈറൻ അവർ പ്രഭാവം പഠിപ്പിക്കുന്നത്. നിങ്ങൾ പറയണം, സംസാരിക്കാൻ ശരിക്കും സംസാരിക്കണം, നല്ല കാര്യങ്ങൾ സംസാരിക്കണം, ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ മൗനം അവലംബിക്കണം, മിണ്ടാതിരിക്കണം. ചില മൗനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സങ്കടമില്ല. അതുകൊണ്ട് ഉമർമാൻ പറയുന്നു, ഞാൻ പറഞ്ഞു പോയിട്ടുള്ള വാക്കുകളെ കുറിച്ചാണ് എനിക്ക് പേടിയുള്ളത്, സംസാരത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് എനിക്കെന്ത് പേടിയുള്ളത്. സംസാരത്തിനെ കുറിച്ച് നമുക്ക് പേടിയില്ല, മിണ്ടാതിരുന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടിയില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ സുഹൃത്തുക്കളെ പുസ്തകത്തിൽ ഇറങ്ങാനുള്ള അവധിയുടെ പശ്ചാത്തലം ഞങ്ങൾ വായിച്ചിട്ടുണ്ടാവും. സുഹൃത്തുക്കൾ പുസ്തകത്തിൽ ഇറങ്ങാനുള്ള അവധിയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് പറയുന്ന ആളാണ് പ്രവാചകനിലേക്ക് അയക്കുന്നത്. മുശ്രിക്കുമായിട്ടുള്ള ആളുകൾ അയക്കാണ്. എന്തിനാണ്? പ്രവാചകനെ ഈ പ്രബോധന ദൗത്യത്തിന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അയക്കാണ്. അപ്പൊ ഒത്തുപോകുന്നത് ചോദിക്കുന്ന പ്രബോധന ചോദ്യങ്ങളുണ്ട്. ഒന്നിങ്ങനെ കുറെ ചോദ്യം ചോദിക്കും, നീയാണോ വലിയവൻ, നിന്റെ പിതാമകനായിട്ടുള്ള ആളാണോ വലിയവൻ, നീയാണോ വലിയവൻ, നിന്റെ ഉപ്പയാണോ വലിയവൻ. അത് ചോദിക്കുന്നത് വെച്ചാൽ അവരൊക്കെയാണ് വലിയവരെങ്കിൽ അവരൊന്നും ഈ ആരാധനയെ നിഷേധിച്ച ആളുകളല്ല പറയാൻ മതി. രണ്ടാമത് ഓഫർ കൊടുക്കുന്ന വാക്കുണ്ട്. നിങ്ങൾക്ക് എന്താ വേണം, പൈസ വേണം, അധികാരം വേണം, എല്ലാം തരാം, ഓഫർ കൊടുക്കാം. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒത്തുബയോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്, അല്ലയോ ഉത്തുബ, നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ, ഇനി ഞാൻ അല്പം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഫുസ്സിലത്തിലെ 13 ആയത്തുകൾ ഊതിക്കൽപ്പിക്കും. ഒത്തുബ ഞാൻ സാമൂഹ്യം ശ്രദ്ധിച്ചു കേട്ടു എന്നാണ്. എന്നിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു, അത് മുഹമ്മദിന്റെ വാക്കല്ല. ഇതിൽ ആരുണ്ട്? ഒരു ശക്തി, ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ശക്തി ഉണ്ട് എന്ന് പറയാം. ഇത് പറയാനുള്ള കാരണം എന്താ? ഒരാൾക്ക് പറയാനുള്ളൊക്കെ പറഞ്ഞു തരും, ഇതൊന്നും പറയാനില്ല. പറഞ്ഞില്ല, അന്യ എന്തെങ്കിലും പറയുന്നുണ്ട് എന്ത് ചെയ്യാറ്, നല്ല സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ പിന്നീടൊന്നും പറയാനില്ലാതെ നമുക്ക് ചെയ്യണം. അങ്ങനെ നമ്മളെ കേൾക്കല്ലേ ഓൻ അതൊന്നും പറയട്ടെ എന്നിട്ട് പറയാം. നമ്മളെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ, അത് പറഞ്ഞതിനൊന്നും പറയണ്ടേ. അങ്ങനത്തെ സംഭവം ലാസ്റ്റ് ക്ലീൻ ആയിട്ടാണ് ഇരുന്നത്. ചോദ്യം വരുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ലാത്തത് മനസ്സിൽ ചെയ്യാറ്, അതിങ്ങനെ അലിഞ്ഞു ചെയ്യുന്നത്. മറ്റേ സംസ്കാരം വളരെ പ്രധാനമാണ്. ആത്മസംസ്കരണം നമുക്ക് കൂടി പോണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് സംസ്കാരം. ഇനി കളവ് വരുന്നതും നേരത്തെ പറഞ്ഞ പോലെ രഹസ്യങ്ങളൊക്കെ ആണല്ലോ, കാപ്പി വെച്ചിട്ടാണല്ലോ നമ്മൾ രഹസ്യം എത്ര നേരം ഉണ്ടാവുന്ന മനസ്സിൽ എന്തൊക്കെ പുറത്തു പോരുന്നതാണ് പുറത്തു പോലും. എങ്ങനെയൊക്കെ ലോക്ക് ചെയ്താലും ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പുറത്തു നമ്മുടെ വ്യക്തിഗതത്തിൽ അവർ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും, അല്ലെ പറഞ്ഞു കൊടുക്കും. ആരും എന്തോന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇത് നമ്മളെല്ലാവരും വേറെ ആളറിയരുത്. ഇത് ഫസ്റ്റത്തെ ആൾ തൊട്ട് വസീയത്ത. പക്ഷെ നമ്മൾ ആളൊക്കെ പറയുന്നുണ്ടോ ആ ആളൊക്കെ നമ്മൾ വസീയത്ത് പറയും. ഈ ആയോടാട്ടോ പറഞ്ഞെ, ഇനി ഇതായോട് പറയുന്നത് എന്താ പഞ്ചായത്ത് മൊത്തം ഉണ്ടാവും, അതാണ് നമ്മൾ ആ വിശ്വസിക്കുന്നുണ്ടാവും. ഈ ആരും ഇങ്ങനെ ക്യാമറയൊക്കെ കൊണ്ട് അതുകൊണ്ട് യൂട്യൂബ് അതേപോലെ തന്നെ ഏഷ്യനൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞൊന്നും എത്തുമ്പോൾ ചിലതൊക്കെ തെറ്റാന്ന് പറഞ്ഞു നിങ്ങളെന്ത് ചെയ്ത് മറ്റൊക്കെ പല പ്രജസ്തു നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തെ അല്ലാതെ പോയിട്ട് നമ്മളൊരാൾ സംസാരിക്കുന്നുണ്ടാവേ ഇങ്ങനെ ഉണ്ടാവേ എന്തൊക്കെ പോലും പറയണേ നമ്മളെ കുറ്റനായിരിക്കും. അത് കേൾക്കാൻ വേണ്ടി ഓരോരുത്തരുടെ പോകും. ചേച്ചി മനസ്സിലല്ലാത്ത അവസ്ഥ നിങ്ങൾ കേൾക്കേണ്ട നിങ്ങളെ വിളിച്ചു തരി, കുറച്ച് കാര്യം പറയാനുണ്ട് നിങ്ങളെ വിളിക്കും. ഇല്ലാത്താണോ എന്റെ പൊയ്ക്കോളി, കുഴപ്പമില്ല, നിങ്ങളെ കേൾക്കേണ്ട പ്രജസ്തു നിങ്ങളെന്താ അന്വേഷിക്കാൻ പോകട്ടോ, അത് അറിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക, അത് ഏതെങ്കിലും പറയണോ? ഒരു സ്ഥാനം കിട്ടിയാലേ പറയണ്ടേ, അത് പറയൂ. അത് അസ്ഥാനത്ത് പോയി പറയൂടെ, എവിടെയും പറയും. അതുകൊണ്ട് ആ വാക്കിനെ സൂക്ഷിക്കണം എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഗൗരവവും കാര്യവും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. അതാണ് സംസ്കാരത്തിന് ഡീപ്പായിട്ട് പോകാം. അത് ആത്മസംസ്കരണം പൂർത്തിയാണെങ്കിൽ സ്വഭാവത്തിന്റെ കാര്യം പറയുന്നത് സംസ്കാരം വളരെ സൂക്ഷിക്കണം. അത് കുറെ കാര്യങ്ങളുണ്ടായാലും അതിനോട് സൂക്ഷിക്കാം. പിന്നെ രണ്ടാമത്തെ അഹങ്കാരം ഉണ്ടാവാൻ പറ്റും. ഞാൻ വലിയവനാണെന്ന് ചിന്ത വേറെ പഠിക്കും. നമുക്ക് ചിലപ്പോൾ സമ്പത്ത് നല്ല അനുഗ്രഹിക്കും, അതേപോലെ ചിലപ്പോൾ അധികാരം എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്റെ കഴിവുകൊണ്ട് അങ്ങനെ സംഭവം ഉണ്ടാകാനേ പറയും. അത് ഫിർഔന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്, നംറൂദിന്റെ ചരിത്രം പഠിപ്പിച്ചിരുന്നുണ്ട്, കാറൂന്റെ ചരിത്രമൊക്കെ പഠിപ്പിച്ചിരുന്നതൊക്കെ ഏറ്റവും ശക്തി ആദ്യ സമുദായത്തിന്റെ ശക്തി, ആദ്യ സമുദായത്തിന്റെ അഹങ്കാര വിഷയത്തില് ആദ്യ സമുദായത്തിന്റെ ചരിത്രം ഭയങ്കരമായിട്ടുള്ള പാടാണ്. ആദ്യ സമുദായത്തോട് ഹൂദ് നബി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ അവരുടെ ഓർക്കുന്ന വെറുതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കും, കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ കാര്യങ്ങൾക്ക് കൊടുക്കുകയാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യ സമുദായത്തോട് പറയുന്നത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പോ അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെക്കാൾ കാടുമൺ അശബ്ദമില്ലാ പോവാം,
ഞങ്ങളെക്കാൾ ശക്തിയുള്ള ഒരാളുണ്ട്. കാരണം അവർക്ക് ശക്തി ഉണ്ട്, അവർക്ക് തന്നെ ബോധമുണ്ട്. കുറവെന്നെ പറയാം, കേരളനാട്ടിൽ ഒരുപാട് ചൂടിന്റെ ആളുകളാണ് അവർ. അല്ലെങ്കിൽ ഇല്ല യുഹലൻ വിഗ്രഹാസില്ലാതെ ഇതുപോലത്തെ ഒരു ആൾക്കാർ എന്തായിട്ടില്ല പിന്നെ സൃഷ്ടിച്ചിട്ടില്ല. അത്രയും കണ്ടും തരുന്ന ആൾക്കാർ ഇത് ഒഴിക്കന്നെ അറിയാം. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഞങ്ങളെക്കാൾ നമ്മൾ ചോദിക്കലല്ലേ ഇന്നെക്കാട്ട് വലിയ പാടുണ്ട് അതിന് പിന്നെ കാട്ടില്ലേ നേടാൻ പറ്റുന്ന ആളുള്ള അങ്ങനൊരു ചോദ്യം തമാശക്കാർക്ക് നമ്മൾ ചോദിക്കുന്നത്. തമാശക്ക് പോലും ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും നമ്മൾ ഒന്നും എന്താണെന്ന രീതിയിലേക്ക് നമ്മൾ ഇതാണ് ആ സമുദായത്തിൽ ശിക്ഷിച്ചൊരു കൂടാൻ പറയുന്നുണ്ടല്ലോ. എങ്ങനെ സുഹൃത്തിൽ ഹാറ്റായി പറയുന്നുണ്ട് അല്ലെ. അവർക്ക് ഇങ്ങനെ കാറ്റിനെ അവർക്ക് അധീനപ്പെടുത്തുന്നു. ഈത്തപ്പഴ കടികൾ ഇങ്ങനെ മുറിഞ്ഞു വീഴുന്നത് പോലെ എന്ത് ചെയ്തു അവരിങ്ങനെ പോകുന്നു. അത്രയും ഹൈറ്റിൽ നമ്മൾ ടൈമൊക്കെ മുറിഞ്ഞിങ്ങനെ അല്ലെ മുകളിൽ ഇങ്ങനെ അങ്ങനെ അതേപോലെ ഇങ്ങനെ വീണു പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ബാക്കിയായിട്ട് എന്തെങ്കിലും അവശിഷ്ടം കാണുന്നുണ്ടോ ഒന്നും കാണാത്ത രീതിക്ക് എന്ത് ചെയ്തു അവരെ മാറ്റുക. ഏറ്റവും ഇംഗ്ലീഷ് എന്താ ചോദിച്ചത് ഇംഗ്ലീഷിന്റെ കാര്യം അല്ലെ ഞാൻ അതിനെ സുജൂദ് ചെയ്യാതെ എന്താലേ അതിനേക്കാൾ പ്രശ്നം ഞാനാണ് അവനേക്കാൾ ഞാനെന്ന് പറയുന്ന പദം വളരെ പ്രയോഗിക്കണം. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പ്രയോഗിക്കുമ്പോ നമ്മൾ ഞാൻ അബദ്ധുള്ള ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് നോക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ അവസാനമായിട്ട് അസൂയ എന്ന് പറയുന്ന ഒരു കഴിവ് സൂക്ഷിച്ചാലോട് നമ്മൾ സ്വയം സംസ്കരണത്തിന്റെ ഈ വിഷയം പോകുന്നു. അസൂയ എന്താണെന്നാണ് നമുക്കില്ലേ ഒരാളുടെ വളർച്ചയും നമുക്ക് ഉണ്ടാകുന്നില്ല. അസൂയ എന്താണ് അതെന്താ ചെയ്യേണ്ടത്? അത് നമ്മളെ കുറിച്ചാണോ എല്ലാവരും അല്ലെ ഓരോരുത്തരും യൂണിക് പേഴ്സണാണ്. നമ്മളാണ്. നമുക്കുള്ള കഴിവ് എന്ന് പറയുന്നത് വേറെ ആൾക്ക് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് വേറെ തന്നെ കഴിവാണ്. നമ്മൾ വേറെ തന്നെയാണെന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ ഓരോ നേടിക്കൊണ്ട് കുഴപ്പമില്ല. അതേപോലെ ആവും ഞാൻ ആഗ്രഹിക്കേണ്ട ആവശ്യം ആഗ്രഹിക്കാം. അതിനു വേണ്ടിയില്ലേ ഒരു കുശുകുശുമ്പം ഉണ്ടാവുക. ഇതിൽ ചോദ്യം പറയുന്നുണ്ട് എന്താണ് അസൂയ എന്നുള്ളത്. അതായത് ഒരു മനുഷ്യൻ അതിൽ തന്റെ സഹോദരനോ ആരെങ്കിലും തന്നോടൊപ്പം എത്തി സമ്പത്തിലോ അധികാരത്തിലോ പ്രശസ്തിയിലോ ഒക്കെ തന്നോടൊപ്പം എത്തിയോ തന്നേക്കാൾ ഉയർന്നോ തോന്നുമ്പോ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതയുടെ പേരാണ് അസൂയ എന്ന്. ഇങ്ങനെ തോന്നും ഓരിപ്പല്ലേ പണ്ടൊക്കെ എങ്ങനെ ജീവിച്ചാളെ പൈസ ഇല്ലാത്ത ആൾക്കാർ നമ്മളെ കാട്ടി ഈ ഒരു തോന്നൽ ഓരെങ്ങനെ നിരീക്ഷിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഓരെ നിരീക്ഷിച്ചിരിക്കേണ്ട ആൾക്കാരല്ല. നമ്മളെ വീട്ടിൽ പോകുന്ന ആൾക്കാരായിരുന്നു ഒരു ബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ആൾക്കാരെ നോക്കിയിട്ടോ വസ്തുവിനെ നോക്കിയിട്ടോ അസുഖയും ചുറ്റും ഒക്കെ അങ്ങനെ വെക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ കുറെ സമയം അവരെ കുറ്റം പറയാനോ അവർക്ക് അപകടം എടുക്കാനോ ഒക്കെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന അവിടെയാണ് ഈ നെഗറ്റീവ്. അങ്ങനെ സൂക്ഷ്മതയുള്ള മനുഷ്യനായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത്. നമുക്ക് നമ്മളെ സംസ്കരിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിന് എങ്ങോട്ടാണോ നമ്മൾ വിടുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാറും. അപ്പൊ നന്മയുടെ ഒരു ക്ലാസ് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ഓടി നടത്തുന്ന ആളാണെങ്കിൽ നമ്മൾ പിന്നെ നമ്മളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മളെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അല്ലേ നിങ്ങള് നല്ലൊരാളെ വേണ്ടാത്തൊരു കാര്യം ചെയ്യാവുമ്പോൾ ആരെങ്കിലും എത്ര പണ്ടുകളെ പണ്ടല്ലേ ഒരു പണ്ഡിതന്റെ കഥകളില്ലേ ഗാന്ധിജിയുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ദൂരെ അത്രയും ചരിത്ര സംബന്ധമായിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് ദൂരത്ത് പോയപ്പോ വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ചോദിച്ചു എന്താ മൗലികം എന്താ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ചില സംരക്ഷണങ്ങൾ ഉണ്ടാവും നമ്മളിത് ചെയ്യുമ്പോൾ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നാണ്. അതിനുള്ള സംരക്ഷണങ്ങൾ ചിലത് പുറത്തുകൊണ്ട് തന്നെ എന്തായിട്ടുണ്ടാവും കവചങ്ങൾ ചുറ്റുന്നു. ചില ആൾക്കാർ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിങ്ങൾ തുടച്ചാൽ ചെയ്താണ് അവിടെ ഓൻ ചെയ്താൽ തെറ്റില്ല ഓന അല്ലെ ഓൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ തെറ്റ് മുന്നിൽ പോയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മൾ നന്മയിൽ ഇങ്ങനെ പോവാണെങ്കിൽ അതിന്റെ സംരക്ഷണം അള്ള അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും കുറെയൊക്കെ. അതാണ് നേരത്തെ പറഞ്ഞ ആയത് നമ്മൾ എത്തത്തില്ല ഇല്ലാതെ അതിന് കുറെ ആശയങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ബോധം പിന്നെ സംസ്കരണത്തിന്റെ ബോധം നമ്മുടെ മനസ്സിനെ സംസ്കരിച്ച് കൂടുതൽ നന്മയിലാണ് ബോധം ഉണ്ടാകും. നമുക്ക് മനസ്സിൽ തണുപ്പ് വരാൻ ഒരു ആശ്വാസവും സുഖവും ഒരു തൃപ്തിയും ജീവിക്കാൻ ഊർജ്ജം എന്ത് ചെയ്യാണ്ട് കിട്ടാനുണ്ട്. അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കുക. അതേപോലെ തന്നെ സ്വഭാവ വിഷയങ്ങൾ നമ്മൾ അറിയാതെ പറഞ്ഞുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ അസൂയും അഹങ്കാരത്തിന് എല്ലാം ഒന്നും നമ്മളെക്കാൾ ശക്തി കുറഞ്ഞ ആൾക്കാരെ കാണുമ്പോഴൊക്കെ നമുക്കൊരു ഗർവുണ്ടാവും. അതെന്തോ നമുക്ക് തോന്നലുണ്ടാവും. അത് വെല്ലുപോളമാണ്. അത് മനുഷ്യ സഹജമാണ്. വരാതിരിക്കാൻ പറയാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എല്ലാം ചെയ്യാൻ പറ്റണം പറയാൻ പറ്റണം. അതാണ് നേരത്തെ പറഞ്ഞ ക്രിസ്തീയത്ത് എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം നിഷ്കളങ്കമായ അല്ലാഹുവിലേക്ക് എന്ത് ചെയ്യണം ആരാധന കൊണ്ട് പ്രാർത്ഥന കൊണ്ട് പെരുമാറ്റം കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് സംബന്ധിക്കുമ്പോൾ നമുക്ക് ആരോടും വിദ്വേഷം ഉണ്ടാവുന്നു വെറുപ്പുണ്ടാവും. ആരുടെ മനസ്സിലും നമ്മളെ കുറിച്ച് എന്നുള്ള വേണ്ടാത്ത ചിന്തകളൊന്നും ഉണ്ടാവുക അല്ലെ. നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒരാൾക്കും കുറ്റം പറയാത്തൊരു മനുഷ്യനായിട്ട് മുമ്പിലൊന്ന് പോയി കിട്ടിയെന്ന് പറയുന്നത് അല്ലെ. മുമ്പിൽ പോയാൽ സങ്കടം ഉണ്ടാകുന്ന മനുഷ്യനാണ്. മനുഷ്യർക്ക് നമുക്ക് തന്നെ ചില ആൾക്കാരെ കുറിച്ച് കുറ്റം പറയാണ്ടാവില്ലേ. ഇവരങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാണ്ട് നമ്മളെ കുറിച്ച് കുറെ ആൾക്കാർ പറയുന്നുണ്ടാവും. നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കായിട്ടാ നമുക്ക് എല്ലാവരുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാകുന്ന മനുഷ്യനാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലതൊന്നും തെറ്റുകളൊക്കെ അള്ളാഹു
وتقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين يا رب العالمين. وهو دعوانا